എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിളമോൾക്ക് പനിയാണ്. പനി ശരിക്കും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധിച്ച് കഞ്ഞി കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ട എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട്. അന്നേരം അച്ഛമ്മ പറയും, അച്ഛൻ പോയതിൻ്റെ വിഷമം മോൾക്ക് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് ഈ തളർച്ചയും പനിയും ഒക്കെ അതൊന്നും വിട്ടു മാറാത്തത്. വൈകിട്ടും പനിക്കുവാണെങ്കിൽ നമുക്ക് മരുന്ന് കൊടുക്കാം, ഇപ്പോൾ കഞ്ഞി കുടിക്കുക എന്നൊക്കെ അച്ഛമ്മ ഇരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ നിളമോളെ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോർപ്പറേഷൻ ബാങ്കിൽ നിന്ന് ആൾക്കാർ വരുന്നത്. അവർ വന്ന് ബെല്ലടിക്കുന്നു. അപ്പോൾ അകത്തുനിന്ന് എല്ലാവരും ഇറങ്ങി വരും. അന്നേരം എന്താ സാറേ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഇത് അരവിന്ദിൻ്റെ വീടാണോ എന്ന് ചോദിക്കും. അതേ എന്ന് പറയുമ്പോൾ അരവിന്ദിനെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കും. അന്നേരം ഇവർ പരസ്പരം ഇങ്ങനെ നോക്കിയിട്ട് ഇല്ല, അച്ഛൻ ഇവിടെയില്ല, അച്ഛൻ 2 ദിവസം മുമ്പ് മരിച്ചു പോയി എന്ന് പറയുമ്പോൾ മരിച്ചു പോയോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരമാണ് അവർ പറയുന്നത് ഈ വീട് ഹൗസിംഗ് ലോണിൽ നിന്ന് ഹൗസിംഗ് ലോൺ എടുത്ത് പണിതാണ്. ഇപ്പോൾ ഒരു 8 ഗഡുക്കളായിട്ട് പൈസ അടയ്ക്കുന്നില്ല, അത് മുടങ്ങിക്കിടക്കുവാണ്. അതുകൊണ്ട് ജപ്തി നോട്ടീസ് തരാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ എന്ന് പറയുമ്പം കാവേരിയും ശാരദയും അവർ പറയുന്നുണ്ട്, ഇല്ല, ഇത് ഹൗസിംഗ് ലോണിൽ പണിത വീടല്ല, ഇത് ഞങ്ങളുടെ അച്ഛൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി പണിതാണ് എന്ന് പറയുമ്പം ബാങ്കിൽ നിന്ന് വന്നവർ പറയുന്നുണ്ട്, അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല, ഏതായാലും ഈ വീടിൻ്റെ മേൽ ഹൗസിംഗ് ലോൺ ഉണ്ട്, ഈ വീട് പണിയുന്ന ഓരോ ഘട്ടത്തിലും പൈസ ഞങ്ങൾ കൊടുത്തതാണ്, അതിനുള്ള രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ 8 മാസമായിട്ട് അങ്ങോട്ട് പൈസ തിരിച്ചടയ്ക്കുന്നില്ല, അതുകൊണ്ടാണ് ജപ്തി നോട്ടീസ് തരാൻ വേണ്ടി ഞങ്ങൾ വന്നത്. ഇതിനിടയ്ക്ക് പലതവണ ഞങ്ങൾ ഫോൺ വിളിച്ചു, പലതവണ ലെറ്റർ അയച്ചു, അതിനൊന്നും മറുപടി തരാതിരുന്നത് എന്താ എന്ന് ചോദിക്കുമ്പം ഗംഗ പറയുന്നുണ്ട്, ഇല്ല സാർ, ഇതുവരെ ഇങ്ങോട്ട് ഫോൺ കോളോ അതുപോലെ ലെറ്ററോ ഒന്നും വന്നില്ല എന്ന് പറയുമ്പം അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾ നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുടിശ്ശിക അടച്ച് തീർത്തില്ല എങ്കിൽ ജപ്തിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങ് പോകുന്നത്. പോയി കഴിയുമ്പോൾ അവർക്ക് ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ പോയി കഴിയുമ്പം കാവേരി ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് ഹൗസിംഗ് ലോണിൽ പണിത് വീടാണോ, അമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മക്കളെ എനിക്കൊന്നും അറിയത്തില്ല എന്നാണ് ശാരദ പറയുന്നത്. അത് കഴിഞ്ഞ് ഇവർ അകത്ത് കയറി വന്നിരിക്കുവാണേ. അത് കഴിഞ്ഞ് ഇവർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും എന്ത് ചോദിച്ചാലും ശാരദ പറയും എനിക്കറിയത്തില്ല എന്ന്. അന്നേരം യമുന പറയുന്നുണ്ട്, അമ്മ എന്ത് ചോദിച്ചാലും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ശരിയാകുന്നത്, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം കാവേരി ചോദിക്കുന്നുണ്ട്, അമ്മ അച്ഛൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന്. അന്നേരം അതും അറിയത്തില്ല എന്ന് പറയും. അമ്മയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയും. അതിൻ്റെ നമ്പർ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അതും അറിയത്തില്ല എന്ന് പറയും. അന്നേരം ഇതൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല, അമ്മ ഒന്നും ചോദിച്ചിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ എന്നോടൊന്നും പറയാറില്ല, ഞാൻ ചോദിക്കാറുമില്ല, അച്ഛൻ ഒരു ദിവസം വന്ന് ഒരു പേപ്പറിൽ സൈൻ ചെയ്യാൻ പറഞ്ഞു, അതിൽ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു, അതല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല, എന്നോട് എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്കറിയാവുള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇത് കേട്ടോണ്ടിരിക്കുന്ന അച്ചമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അച്ചമ്മ, ഓ അതങ്ങ് പറഞ്ഞായിരുന്നേ നീ എല്ലാം അങ്ങ് ചെയ്തേനെ എന്ന് പറയുമ്പം ശാരദ പറയുന്നുണ്ട്, ഇതേ എല്ലാവരുടെ എൻ്റെ തലയിൽ കയറിയിട്ട് കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ കരുതിയായിരുന്നോ, ഞാൻ ഇങ്ങനെയൊക്കെ ഓർത്തായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം അമ്മ എന്തെങ്കിലും അമ്മയ്ക്ക് അറിയണ്ടേ, ഇതിപ്പോൾ അമ്മയ്ക്കൊന്നും അറിയാതെ എങ്ങനെയാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് യമുന. അന്നേരം കാവേരി പറയുന്നുണ്ട്, ഈ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരിയിട്ട് കാര്യമൊന്നുമില്ല, കിടപ്പേട്ടത്തിൻ്റെ ജപ്തി നോട്ടീസാണ് വന്ന് കിടക്കുന്നത്, അതിനൊരു പരിഹാരം ഒരുമിച്ച് നിന്ന് ചെയ്യുവാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അന്നേരം യമുന പറയുന്നുണ്ട്, അതെ, അമ്മയ്ക്കൊന്നും അറിയത്തില്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് ജയബാലൻ ഞങ്ങളായിരിക്കും, അങ്കിളിനെല്ലാം അറിയാമായിരിക്കും എന്ന് പറയും. എന്നാൽ അങ്കിളിനെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് കാവേരി ജയബാലനെ വിളിക്കുവാണ്. അങ്ങേരെ വിളിക്കുമ്പോൾ വീട്ടിലുണ്ട് കേട്ടോ. എന്താ മോളെ എന്ന് ചോദിക്കുന്നു. അന്നേരം ഞാൻ കാവേരി എന്ന് പറയുമ്പോൾ മനസ്സിലായി, എന്തുകൊണ്ട് മക്കളെ അവിടെ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പം കാവേരി കാര്യം പറയുവാണ്, അങ്ങളെ ഇന്ന് ബാങ്കിൽ നിന്ന് ഇവിടെ ആൾക്കാർ വന്നായിരുന്നു, വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്, വീട് ഹൗസിംഗ് ലോൺ എടുത്ത് വെച്ചതാണ്, 8 ഗഡുക്കൾ അടയ്ക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും പണി പാളി എന്ന് ജയബാലന് മനസ്സിലാവുന്നു. അതെങ്കിൽ എന്താ മോള് പറയുന്നത് എനിക്ക് കേൾക്കത്തില്ല, ഞാൻ ഇങ്ങനെ തിരുവില്ലാമലയിൽ അമ്പലത്തിൽ നിൽക്കുക, ഇവിടെ റേഞ്ച് കുറവായെന്ന് പറയുമ്പം ഇത്തിരി ഉറക്കെ പറയുവാണ് കാവേരി, അങ്ങളെ ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വിശദമായിട്ട് പറയും. അന്നേരം ഇവിടെ ഒന്നും കേൾക്കത്തില്ല, ബാങ്കിൻ്റെ എന്തോ കാര്യമാണ് എന്ന് മാത്രം മനസ്സിലായി, അതേതായാലും ഞാൻ നാളെ വരും, വന്നു കഴിയുമ്പോൾ ബാങ്കിൽ പോയി അന്വേഷിക്കാം, എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ, മോള് വിഷമിക്കണ്ട, അതുപോലെ അമ്മയും അച്ഛമ്മയും ഒന്നും വിഷമിപ്പിച്ചേക്കരുത്, എല്ലാം ജയബാലനുണ്ട് എല്ലാത്തിനും കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേര് ഫോൺ കട്ട് ചെയ്യുക. ശരിക്കും അങ്ങേര് വീട്ടിലുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തും വെക്കും. ഏതായാലും ഫോൺ കട്ട് ചെയ്തിട്ട് കാവേരി പറയുന്നുണ്ട്, ഇങ്ങനെ അങ്കിള് തിരുവില്ലാമലയിൽ അമ്പലത്തിൽ പോയേക്കുവാണ്, നാളെ വരുമ്പോൾ നോക്കാം എന്നാ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛമ്മ അവിടെ ഇരുന്ന് പറയുവാണ്, ഇവിടെ അരവിന്ദനെ മരിച്ചിട്ടുള്ളൂ, അവൻ മരിച്ചു എന്ന് കരുതി ചോദിക്കാനും പറയാനും ആളില്ലാതൊന്നുമില്ല നമുക്ക്, ജയബാലനും എനിക്ക് എൻ്റെ സ്വന്തം മോനെ പോലെ തന്നെയാണ്, അവന് എൻ്റെ മോനാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിമാനത്തോടെ പറയുന്നുണ്ട്.
ഏതായാലും ഫോൺ വിളിച്ചിട്ട് അകത്തോട്ട് കയറി വരുന്ന ജയപാലൻ ഈ കാര്യം ഭാര്യ പ്രവീണിനോട് പറയുന്നുണ്ട്. അന്നേരം എന്തിനാ അവർ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊന്നൊന്ന് പറഞ്ഞു പോയി, അരവിന്ദനില്ലെങ്കിലും ഈ കുടുംബം നോക്കേണ്ടത് എൻ്റെ കടമ്പയാണ്, ഞാൻ നോക്കിക്കോളാം എന്ന്. അന്ന് തൊട്ട് കുടത്തിൽ നിന്ന് ഭൂതത്തെ അഴിച്ചു വിട്ട പോലെയാണ് കടക്കാർ വരുന്നത്. ഇതെല്ലാം കൂടെ എന്നാ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം വിൽക്കേണ്ടി വരും. അങ്ങനെയെങ്കിലും അവരെ സംരക്ഷിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുക. അന്നേരം ഭാര്യ, അയ്യോ ഏട്ടാ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 പിള്ളേരില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഒരു വിവരമില്ലാത്തൊരു പാവം സ്ത്രീയെ. അന്നേരം അല്ലാതിപ്പോൾ എന്നാ ചെയ്യുന്നേ എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ചെയ്യണോ എന്ന് ചോദിക്കുക. അന്നേരം ഏതായാലും നീയുടെ എന്നെ ടെൻഷൻ ആക്കരുത്, എനിക്ക് തലവേദന എടുക്കും, ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങേരെ അകത്തേക്ക് പോകും. പോയി കഴിയുമ്പം ഭാര്യ ഇങ്ങനെ പറയുവാണ്, പാവം ജയബാലേട്ടൻ ഇങ്ങനെ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയം പറിച്ചു കൊടുത്ത് സ്നേഹിക്കും, കയ്യിലുള്ളതോടെ കൊടുത്ത് സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പ്രശംസിക്കുന്നുണ്ട്. തനി സ്വഭാവം ശരിക്കും അറിയത്തില്ല, കൂടെ ജീവിക്കുന്നുണ്ടെങ്കിലും. പിന്നെ കാണിക്കുന്നത് വിനീതിനെയാണ്. ഈ ജപ്തിക്കാരൊക്കെ അറിഞ്ഞ് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക വിനീത്. കട തുറന്നിട്ടില്ലേ. അന്നേരം അതിലൂടെ വരുന്ന കൃഷ്ണേട്ടൻ എന്ന് പറയുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താ വിനീത് ആകെ വിഷമിച്ചിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, ഞാനിവിടെ പരിഹാരം കാണാൻ കൂടാം എന്ന് പറയുമ്പോൾ, ഒന്നുമില്ല ഏട്ടാന്ന് പറയും. നീ ചായ കുടിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിനീത് അവിടെ തന്നെ ഇരിക്കുവാണ്. അങ്ങേര് പോയി കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നവ്യം വരും. അന്നേരം എന്താണ് നീ ഇവിടെ ഇരിക്കുന്നത്, നിന്നെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് ഞാൻ, വീട്ടിൽ കയറി നോക്കിയപ്പോൾ കണ്ടില്ല, ഏതായാലും ആളെ കണ്ടു കിട്ടിയല്ലോ എന്ന് പറയുമ്പം വിനീതിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പം, വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ ചോദിക്കും, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അന്നേരം ഈ ജപ്തിക്കാരും പറയുമ്പോൾ, ഏതായാലും നീ എഴുന്നേറ്റ് പോവാ, നമുക്കൊന്ന് ചായ കുടിക്കാമെന്ന് പറയും. അങ്ങനെ ചായക്കൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അന്നേരവും നവ്യം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജയപാലനങ്ങളോട് ചോദിച്ചാൽ അറിയാമായിരിക്കുമല്ലോ, ജയപാലൻ ഞങ്ങൾ വരട്ടെ, നമുക്ക് അന്വേഷിക്കാം എന്നിങ്ങനെ പറയുവാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാവേരിയും ഗംഗയും കൂടി നിളമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വരുവാണ് സ്കൂട്ടറിൽ. നല്ല പനിയാണ്, തല നേരെ നിൽക്കുന്നില്ല. അപ്പോൾ ഇവരെ കണ്ടുകൊണ്ട് അവർ വണ്ടി നിർത്തും. എന്നിട്ട് ഇവർ എഴുന്നേറ്റ് വന്നിട്ട് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെ പനിയാണ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ന് പറയുമ്പം വിനീത് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്നോട് എന്താ പറയാത്തത്, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ, വേണ്ട, ഇവൾക്ക് തല നേരെ നിൽക്കുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടുപോയിക്കോളാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. വണ്ടി അങ്ങ് പോയി കഴിയുമ്പം ഗംഗ ഒരുപാട് സങ്കടത്തോടെയും വിഷമത്തോടെയും കുറ്റബോധത്തോടെയും എന്തൊക്കെയോ ഒരു വിഷമത്തോടെ ഇങ്ങനെ നോക്കുക കേട്ടോ വിനീതിനെ. വണ്ടി അങ്ങ് പോയി കഴിയുമ്പോഴും തിരിഞ്ഞ് നോക്കുന്നുണ്ട് വിനീതിനെ. അന്നേരം വിനീത് ഇങ്ങനെ നെവിനോട് പറയുവാണ്, ചിരിച്ച മുഖത്തോടു കൂടി മാത്രമേ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ, ഇതുപോലെ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു ആത്മവിശ്വാസമില്ലാതെ ഇനി ഒരിക്കലും ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള അവരുടെ നോട്ടം കാണുമ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വിനീത് പറയുക. അന്നേരം നെവിൻ പറയുന്നുണ്ട്, കുറച്ച് നാളായുള്ളൂ ഞാൻ അവരെ പരിചയപ്പെട്ടിട്ട്, അവരുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, അപ്പോൾ നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒരു കാര്യം ഞാൻ പറയാം, അവരുടെ കുടുംബത്തിന് വേണ്ടി നീ എന്തൊക്കെ ചെയ്താലും നിന്നോടൊപ്പം ഞാനും ഉണ്ടാകും, ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം എന്ന് പറയുക. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ബാക്കിലിരുന്ന് കൃഷ്ണേട്ടൻ പറയുവാണ്, ഇനിയിപ്പം നിൻ്റെ ആഗ്രഹം നടക്കുമല്ലോ, അതേതായാലും നന്നായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ കൃഷ്ണേട്ട അങ്ങനെ പറഞ്ഞത്, ആ പറച്ചിലിൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്, അരവിന്ദൻ അമ്മാവൻ മരിച്ചത് നല്ലതാണ് എന്നുള്ളൊരു ധ്വനിയും കൂടി അതിനെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, എടാ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും ഞാൻ പറഞ്ഞതല്ല, നിൻ്റെ ആഗ്രഹം ഇനി ചിലപ്പോൾ നടക്കൂലോ എന്നോർത്ത് പറഞ്ഞതാ, നീ അങ്ങ് ക്ഷമിച്ച് കളഞ്ഞേരെ എന്ന് പറയും. പിന്നെയും കാണിക്കുന്നത് ജയപാലൻ്റെ ഭാര്യയാണ്. അവർ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജയപാലൻ എഴുന്നേറ്റ് വരുന്നത്. അന്നേരം ജയപാലനോട് പറയുന്നുണ്ട്, ശാരദ കുറേ തവണ വിളിച്ചു എന്നെ, കുറേ സങ്കടങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതെന്ന് ചോദിക്കും. അന്നേരം ഞാൻ ഇവിടെ ഉണ്ടെന്നും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നീ വിളിച്ച് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും പറഞ്ഞില്ല, പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല കേട്ടോ, അങ്ങനെ ഒരുപാട് കടമൊന്നുമില്ല അവർക്ക്, ആകപ്പാടെ ആ ഹൗസിംഗ് ലോണിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ഞാനിങ്ങനെ പറഞ്ഞെന്നൊക്കെ നീ അവരോട് പറഞ്ഞോ എന്ന് ചോദിക്കും. ഇല്ല, അങ്ങനെ പറയണമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, നീ ഇങ്ങനെ പാവമായേ ശരിയാകുകയില്ല കേട്ടോ, നീ ആര് പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കും, ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കും, വേറെ ചില കള്ളങ്ങളൊക്കെ മറച്ചു വെച്ച് വേറെ പറയുവാണെങ്കിൽ അതും വിശ്വസിക്കും, എന്നെപ്പോലെ എല്ലാവരും അങ്ങനെ സത്യസന്ധരാകണം എന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊക്കിയടിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കാൻ കാരണം അരവിന്ദൻ്റെ പിടിപ്പുകേടാണ്, കാൽക്കുലേഷൻ ഇല്ലാതെ ഓരോന്ന് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പം, അരവിന്ദേട്ടൻ അത്രയ്ക്ക് പിടിപ്പില്ലാത്ത ആളായിരുന്നോ, ആ സ്വർണത്തിന് ഓർഡർ കൊടുക്കുന്ന സമയത്തൊക്കെ എന്ത് ആഗ്രഹമാണേലും പിള്ളേരെ സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ പൈസ ചിലവാക്കുമല്ലായിരുന്നോ, ഇങ്ങനെ ഒരു ജപ്തി വരുന്ന ഒരു അവസ്ഥയിൽ, കിടപ്പേടം പോകുന്ന അവസ്ഥയിൽ അത്രയും ബുദ്ധിമോശം അരവിന്ദേട്ടൻ കാണിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം ജയപാലൻ പറയുവാണ്, അതൊക്കെ സംഭവിക്കും, ഇവിടെ കാൽക്കുലേഷൻ ശരിയാകാഞ്ഞിട്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങേരിപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ആരും അറിയാതെ അങ്ങേര് സോൾവ് ചെയ്തേനെ, ഇതിപ്പോൾ അല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും അറിഞ്ഞത്, ഇനിയിപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പം നാട്ടുകാർ പറയും അവൻ അയച്ചു തന്ന പൈസയൊക്കെ ഞാനെടുത്ത് മറിച്ചു, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്, ഞാൻ അവർക്ക് വേണ്ടി ഓട്ടോ ആയിരുന്നു, കാലുവെന്ത പട്ടിയെ പോലെ എന്നുള്ള കാര്യം നിനക്കറിയാലോ എന്നൊക്കെ പറയുവാണ്. അന്നേരം ഭാര്യ പറയുന്നുണ്ട്, നാട്ടുകാരങ്ങനെയൊന്നും പറയില്ലെന്നേ എന്നൊക്കെ. ഈ സമയം വിശാൽ എഴുന്നേറ്റ് വന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഈ വിശാലിൻ്റെ ഫോണിലേക്ക് യമുന വിളിക്കുന്നുണ്ട്.
അപ്പം വിശാൽ ഈ ഫോൺ എടുത്തുകൊണ്ട് കുറച്ചങ്ങ് മാറി നിന്ന് സംസാരിക്കുവാണ്. എന്തുണ്ട് യമുന, എല്ലാം അവിടെ എല്ലാം ക്ലിയറായി തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നിങ്ങനെ പറയുക. അന്നേരം വിശാൽ പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ടേക്ക് വന്നെന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടുത്തെ ചില തിരക്കുകൾ കാരണമാണ് വരാൻ പറ്റാത്തത് എന്നൊക്കെ പറയുമ്പം യമുന ഈ അകത്തിരുന്ന് ജയപാലും ഭാര്യ പ്രവീണയും കൂടെ സംസാരിക്കുന്നത് കേൾക്കുക കേട്ടോ ഫോണിൽ കൂടെ. നിങ്ങൾ അങ്ങോട്ടൊന്ന് ചെല്ല്, ഇനിയിപ്പം നാട്ടുകാരെ കൊണ്ട് ചതിച്ചു അല്ലെങ്കിൽ നമ്മൾ മാറി നിന്നു എന്നൊന്നും പറയിപ്പിക്കേണ്ട, ചെല്ല് എന്നൊക്കെ പറയുമ്പോൾ ചെന്ന് നോക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവർ രണ്ടുപേരോട് സംസാരിക്കുന്നത് ഫോണിൽ കൂടെ കേൾക്കുവാണ് യമുന. എന്നിട്ട് യമുന ചോദിക്കും, വിശാലെ അവിടെ ജയപാലങ്ങൾ ഉണ്ടോയെന്ന്. ഉണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യും. അന്നേരെ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന് യമുനയ്ക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കുന്ന യമുനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.